ഹലോ ഹായ് 2025 ഏകദേശം കഴിയാൻ പോവുകയാണ്. 2026 പുതുവർഷത്തിലേക്ക് വരെയെന്ന്. പിന്നെ എല്ലാവരും ചോദിക്കും ഇക്കൊല്ലം 2025 എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായിന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് എന്ന് വെച്ചാൽ ഫുൾ ഹാപ്പിയാണ്. വേറെ രീതിയിൽ ഇങ്ങനെ ബുദ്ധിമുട്ടോ കാര്യമൊന്നും ഉണ്ടായിട്ടാ. ഇക്കൊല്ലം ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ വീഡിയോ റീൽസ് എല്ലാം ഇറക്കുന്നതുകൊണ്ട് കുറേ ആൾ നമ്മളെ ഇത് കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ട്. ഇക്കൊല്ലം കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്റ്റാർട്ടിങ് 2024 തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ അത്ര ഇതായിട്ടില്ല. ഇപ്പം കുറച്ചും കൂടെ എല്ലാവരിലേക്കും ഈ വീഡിയോസും കാര്യങ്ങളിലും എത്താൻ തുടങ്ങിയത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി കൊല്ലം. പിന്നെ അടുത്ത കൊല്ലം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, നമുക്ക് നോക്കാം. അതുകൂടാതെ ഇപ്പം പിന്നെ തമ്പായ്മ നമ്മളെ തറവാട്ടുള്ളിൽ ഇരിക്കുന്നുണ്ട്. തമ്പായ്മയും ഏട്ടത്തെ എനിക്കും കൂടി ജോറ് വർത്താനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം മൊത്തം കാര്യങ്ങളോട് ചോദിച്ചോക്കാം എന്നാണ് ഇക്കൊല്ലത്തെ സംഭവം ചോദിച്ചോക്കാം. ഇതാണ് എൻ്റെ തറവാട്ടുകൂടി ഇതാണേ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ സംഭവം. നമ്മളെ കൂടെ നമ്മളെ നന്ദു ചക്കനുണ്ട്. നന്ദു ഇങ്ങോട്ടാ, ഇവിടെ നിൽക്ക്. നന്ദു ഉണ്ട്. പിന്നെ ഇതാ ഇവർ ജോറ് വർത്താനാണ്. പിന്നെ തമ്പായ്മോട് ചോദിക്കുക ഈ കൊല്ലം എങ്ങനെയാണെന്ന് ചോദിക്കാം തമ്പായ്മോട്. ഇതാണ് കേട്ടോ എൻ്റെ തറവാട് വീട് ഇതാണ്. അപ്പോൾ വന്നവാ നന്ദു ചിരിക്കുന്നേ. വീഡിയോ നിൽക്കാൻ തന്നെ അവന് മടിയാന്ന് ഭയങ്കര. ഇതാ രണ്ടാളും കൂടി ജോറ് വർത്തണം എന്ന് പറയുന്നത്. ഇവിടെ വന്നത് ഗുള തന്നെ രണ്ടാളും കൂടി തകർക്കും. ഞാൻ ചോദിക്കുന്നത് ഇതാണ് എന്റെ തറവാട് വീട് ഇങ്ങനെ ഒന്നല്ല ഉണ്ടായിരുന്നു മുന്നേ എങ്ങനെ ഉണ്ടായത് വീട്? ഇങ്ങനെ ഉള്ളില് വാർപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ 4 ഭാഗം ഇങ്ങനെ ഞാലി പോലെ മുന്നേ ഞാൻ ജനിക്കുന്നതിന് മുന്നേ 4 ഭാഗം ഞാലി പോലെ ഉണ്ടായിട്ട് ഇങ്ങനെ തൂണും അല്ലേ. അത് നല്ല രസാണ്. കല്ലിന്റെ തൂണല്ലേ, നല്ല പാങ്ങില്. നമ്മളെ എന്ന് വെച്ചാല് നമ്മളെ മൊത്തം എല്ലാരും ഈ തറവാട് വീട്ടിലുണ്ടായിന്. ഇങ്ങനൊന്നല്ല, മുന്നേ 4 തൂണല്ലായിട്ട് ഇങ്ങനെ വലിയൊരു ഇതൊക്കെ ഉണ്ടായി. അതല്ലേ. പിന്നെ അന്നേരം ഈ പറമ്പിലൊന്നും വീടേ ഉണ്ടായിട്ടില്ല. 21 ആളും ഉണ്ടായിന്. 21 ആള് നോക്കുക, 21 ആളാ ഉണ്ടായിന് കേട്ടാ. കൂട്ടുകുടുംബം പറയില്ലേ, 21 ആള്. കൂട്ടുകുടുംബം പറഞ്ഞത് എനക്കൊന്നും ഓർമ്മയില്ല. ഇതാ ഞാൻ ഉണ്ടായിട്ടില്ല. 21 ആളിലെടുക്കാൻ നമ്മ 2 ഇടങ്ങ അരിയാണ് കഞ്ഞി വെക്കൽ. ആ കഞ്ഞി ചോറ് വെക്കൽ എന്ന് പറഞ്ഞാല് അച്ഛ അളന്ന് കൊടുക്കും അമ്മക്ക്. എന്റെ അമ്മക്ക് അച്ഛ അളന്ന് കൊടുക്കും. അത് എടുത്തിട്ട് തീമിട്ട് അങ്ങനെയാണ്. അതില് വന്നാളായി പോയാളുള്ളൂ എല്ലാവർക്കും. അല്ല അനുഭവമാണ് കേട്ടോ, മുമ്പത്തെ അനുഭവമാണ്. അങ്ങനെ തിന്നാൻ അച്ഛനെല്ലാം കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിനി. അതല്ല, അച്ഛൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ഈ തറവാട് വീട്ടിലേക്കാണ്. വീട്ടിലേക്ക് പോകും. അമ്മ ഓടിപ്പോയത്. പിന്നെ അങ്ങനെ സംഭവം അല്ലേ. അങ്ങനെ നമുക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. കേങ്ങ് ഉണ്ടാക്കുന്ന ഇഷ്ടം പോലെ കുണ്ട് കേങ്ങ് എന്ന് പറഞ്ഞാൽ കുണ്ട് കേങ്ങ്, കൂവക്കേങ്ങ്, താളും കേങ്ങ്, അതെ അല്ലേ, കൊള്ളിക്കേങ്ങ്, കപ്പ. അതെ അല്ലേ. തമ്പായ്മ ഏട്ടി. പിന്നെ അച്ഛന്റെ 2 പെങ്ങന്മാരാണ് കേട്ടാ. ചായക്ക് രാവിലെ വെക്കും കട്ടൻ ചായയും ഒരു കഷ്ടം വെല്ലവും. അതെല്ലേ, പഞ്ചസാര ഒന്നും ചായ ഇവന് അനുഭവം കേൾക്കുമ്പോ നമുക്ക് ഇതാ ഇപ്പൊ നോക്കിയേ അൽഫാം മറ്റേ മന്തി എന്തെല്ലാം ആ സംഭവം അല്ലേ. ഉണക്ക് മുള്ളൻ മല കറി വെക്കും. അതല്ലേ, അത് ഉണ്ടോ പുളി മുറിച്ചിട്ടിട്ട് പുളിയൊന്നും വാങ്ങൂല അന്നേരം. അതല്ലേ, ഓക്കെ. ആ സംഭവം എല്ലാവർക്കും പച്ചപ്പുളിയോ. ഓക്കെ, നിങ്ങൾക്കൊന്നും ഇതൊന്നും പറ്റൂലല്ലോ. പക്ഷെ അരിയെല്ലാം ഇഷ്ടം. എന്നാലും അച്ഛൻ അമ്മേരമ്മ അളന്നിട്ട് കൊടുക്കൊന്നും ചെയ്യില്ല. എന്താ വിചാരിച്ചാല് അത് അമ്മ അച്ഛ അളന്ന് കൊടുത്തിട്ട് അത് അമ്മ തിമി ഇടുക. അതാണ് പണ്ടത്തെ കൈകാര്യം. അല്ലേ, അതാണ് 21 നടക്കുന്നത്. മെയിൻ ഒരാളുണ്ടാവും. വെക്കാനുണ്ടാവില്ല. അവസാനം കുത്തിക്കൊണ്ടുന്ന അരി തൈരം വെച്ചിട്ട സംഭവം ഉണ്ടായിന്. കുത്തം കയറിയിട്ട് തൈരം വെച്ചിടുകയും ചെയ്തു. അങ്ങനത്തെ സംഭവം ഈ വീട്ടിലുണ്ടായിന്. അധികാരം വന്നതുകൊണ്ട് അച്ഛി മരിച്ചത് പിന്നെ അമ്മ. അതല്ലേ, ആ സമയത്ത് ഇഷ്ടം പോലെ നെല്ലുണ്ട്. ഇതൊന്നല്ല വർത്താനം. ഇനിയിപ്പോ അച്ഛൻ കൂടെ വന്ന പിന്നെ ഇപ്പൊ സ്ഥിരമില്ല ഇതാണ് കേട്ടോ. രണ്ടാളും കൂടി ഒപ്പം വർത്താനം ഓരോ കാര്യങ്ങൾ ഓരോ അത് വേറെ രസമാണ്. പണ്ട് കൃഷി ചെയ്താലല്ലേ നമുക്ക് നെല്ല് കിട്ടൂല. വാരം മാറ്റി കൊണ്ടുപോയില്ലേ, നമുക്ക് കുറച്ചേ തരും. ആര്യത് കൊണ്ടുപോയി?
അതുമ്പോ തമ്പുരാക്കന്മാരല്ലേ ആ അതാണ് എന്താ പണ്ടത്തെ ജന്മിത്വത്തിന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള കൃഷി ഉണ്ടായി നമ്മൾ ഓരോ വീടെന്ന് പറഞ്ഞാൽ ഈ വീടല്ല ഇത് റോഡൊന്നുമല്ല ഞാൻ ഈ വൈക്കേ കൂടെ ഞാൻ നീന്താൻ പഠിച്ചിന് ഈ വൈക്ക് അതെ അല്ലേ തമ്പായ്മ നീന്താൻ പഠിച്ചത് ഈ റോഡ് ഇപ്പൊ റോഡ് കാണുന്ന വൈക്കുന്ന നീന്താൻ പഠിച്ചത് അങ്ങനെ ഫുള്ള് വയലാണ് ഫുള്ള് വയൽ ഈ ഒറ്റ വീടേ ഉണ്ടായിട്ടു അപ്പൊ ഒറ്റ വീട്ടിൽ 21 ആള് കേട്ടോ ഒരു സംഭവം പറഞ്ഞറിയിക്കാനാവൂല പക്ഷെ അന്ന് ഇന്നും ഭയങ്കര വ്യത്യാസമായി കാരണമൊന്നുമില്ല അല്ലെ ചുമ്മണി വെളിച്ചത്തിലല്ലേ ഞാൻ 5 പ്രസവിച്ച ചുമ്മണി വെളിച്ചത്തില് പക്ഷെ നിങ്ങൾക്ക് ഏതാ നല്ലത് ആ കാലം നല്ലത് ആ കാലം നല്ലതാന്ന് പറയുന്നത് അവര് അതാണ് അന്നത് കൂട്ടുകുടുംബാര് ഭയങ്കര സ്നേഹം കാര്യമല്ലേ അന്നേരം എന്തെന്ന് തിന്നാനും നല്ല രസാണ് ഇപ്പൊ എന്തെന്ന് ഒരു ഇറച്ചി മണിച്ച് വെച്ചാലും ഇപ്പൊ കിടക്കല്ലേ കണ്ടോ ഇതാണ് തമ്പായ്മ ഇതാണ് ജാനുമാണ്ടോ ഇങ്ങനെ ഒരു പറയലിട്ടാ ഞാൻ ഇവരെ വർത്താനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഒരു സംഭവം വീഡിയോ ഇപ്പൊ എടുത്തിനിട്ടാ ഓക്കെ ഇനിയിപ്പോ പുതുവത്സരം ആവാനായില്ല 2026 വരാനായി നിന്റെ പറഞ്ഞാളാണ് ജനുവരി 1 എന്റെ കണ്ടോ അത് ഞാൻ പറഞ്ഞത് ഇവർക്കറിയാം ജനുവരി 1 ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത് ചെയ്യാൻ പറ്റും പിന്നെ അന്നേരം പിന്നെ ഇക്കൊല്ലം എങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു മയമേ ഇക്കൊല്ലം ഈ 2025 എങ്ങനെ നിങ്ങൾക്ക് സംഭവം ഭയങ്കര ഹാപ്പിയാണോ ഒരു കൊല്ലം ഈ കൊല്ലത്തേക്ക് ഇങ്ങനെ മോശമല്ല ഈ റീൽസ് എല്ലാം അഭിനയിക്കുന്നോണ്ട് സന്തോഷം അടിപൊളി അതന്നെ ഇനിയിപ്പോ അടുത്ത പോലെ നമുക്ക് ഇതിനെക്കാട്ടി ഉഷാറാവട്ടെ അല്ലേ അല്ലേ നോക്കാം ഉഷാറാവും നമ്മ ഉഷാറാവും ഓക്കെ നമുക്ക് ഇനി അച്ഛൻ കൂടി ഉണ്ടാവുമ്പോ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം കുറെ വരാണ്ട് കേട്ടാ അച്ഛൻ വീട്ടുണ്ട് ഞാൻ ചുമക്കുന്നു ഭയങ്കരമായിട്ട് കേട്ടോ എല്ലാരോടും ഇതാ കേട്ടോ ഇവരെന്നാളും വർത്താനം ഇങ്ങനെയാണ് ഇനി അച്ഛനോട് വന്നപ്പോ നോക്കണ്ട ഞങ്ങളെല്ലാം കൂടി ഗളപുള്ള തന്നെ ഓക്കെ എന്നാല് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം.